സ്ത്രീയാണെന്നത് അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അവരുടെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും അടിസ്ഥാനമാക്കിയാണ് സോഫിയ ഖുറേഷിയെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ നിയമിച്ചതെന്ന് പറഞ്ഞത് സദേൺ കമാൻഡിന്റെ ആർമി കമാൻഡറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്താണ്. എന്നാൽ ചെയ്യുന്ന ജോലിയോടും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തോടും അങ്ങേയറ്റം ആത്മാർത്ഥതയും കൂറും പുലർത്തുന്ന സോഫിയ ഖുറേഷിക്കെതിരെ സംഘടിതമായ സൈബർ ആക്രമണമാണ് സംഘപരിവാർ നടത്തുന്നത്. ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചു. അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അവരുടെ സ്വന്തം സഹോദരിയെ അയച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ബിജെപി മന്ത്രി വിജയ് ഷാ സോഫിയ ഖുറേഷിക്കെതിരെ പൊതുവേദിയിൽ പ്രസംഗിച്ചത്. हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई। एक बार मोदी जी के लिए जोरदार ताली बजाएं। उन्होंने कपड़े उतार के हमारे हिंदुओं को मारा और मोदी जी ने उनकी बहन को उनकी ऐसी की तैसी करने हमारे जहाज से उनके घर आए. അദ്വാനിയും ഉത്തരവാദിത്തമുള്ള ഒരു ആർമി ഓഫീസർക്കെതിരായ അങ്ങേയറ്റം വിഷലിപ്തമായ വാക്കുകൾ. രാജ്യത്തിന് ഇത്രയേറെ സേവനം നൽകിയ സോഫിയ ഖുറേഷിയെ അവരുടെ മതത്തിന്റെ പേരിൽ ഭീകരരുടെ സഹോദരിയാക്കി ബിജെപി. അത് കേട്ട് കൈയടിക്കാനും ബിജെപി അണികൾ ഉണ്ടായെന്നതാണ് ഭീതിപ്പെടുത്തുന്ന വസ്തുത. പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് സൈന്യത്തിലെ 2 മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും. രാജ്യത്തിന് അഭിമാനമായ ഉദ്യോഗസ്ഥയെ പോലും വർഗീയ ആയുധമാക്കുകയാണ് സംഘപരിവാർ. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ച വിവരം ജനങ്ങളെ അറിയിച്ച വിദേശ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കും മകൾക്കു നേരെയും പെഹൽഗാമിന്റെ പേരിൽ കശ്മീരികളെയും മുസ്ലിങ്ങളെയും വേട്ടയാടരുതെന്ന് പറഞ്ഞതിന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷിക്ക് നേരെയും ഹിന്ദുത്വവാദികളുടെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു.